ഹലോ, മൈനസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ശർക്കര വരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമുക്കിതിന് എന്തൊക്കെ വേണം നോക്കാം. ഏത്തക്കായ അഥവാ നേന്ത്രക്കായ ഇങ്ങനെ വലിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത നേന്ത്രക്കായ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്ര ഇൻഗ്രീഡിയൻസ് കൂടെ വേണം നമുക്ക് ശർക്കര വരട്ടിക്ക്. ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 100 ഗ്രാം അരിപ്പൊടി വേണം നമുക്ക്. പിന്നെ ചുക്ക് വേണം, ഒരു ടേബിൾ സ്പൂൺ ചുക്ക് വേണം. ഒരു 300 ഗ്രാം ശർക്കര, ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും വേണം. ഞാനിവിടെ ഒരു കൊല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കായുടെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ചെറിയ പീസാക്കിയത്. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രക്കായകൾ ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വറുത്തെടുക്കണം. ഒരു കാര്യം നന്നായി ശ്രദ്ധിക്കണേ, എപ്പോഴും ശർക്കര വരട്ടിക്ക് കായ വറുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തെടുക്കണം. ഇല്ലെങ്കിൽ ഇതിന് അകം വേവുകയും പുറം കരിഞ്ഞും പോകും. എണ്ണ തിളച്ചതിനകത്ത് ശർക്കര വരട്ടിയുടെ പീസ്, നമ്മൾ ഏത്തക്കായ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പീസെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ കിടന്ന് ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കും നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുന്നുണ്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ശർക്കര വരട്ടിയുടെ ടേസ്റ്റ് നമ്മൾ എവിടുന്നും വാങ്ങിയാൽ കിട്ടില്ല. ഈ ഒരു പാകമാകുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യണം. എന്നിട്ട് നമ്മളിത് കോരിയെടുത്ത് വെക്കണം. ഇനി ഒരു പാത്രത്തിൽ ശർക്കരയിട്ട് വെള്ളം ഒഴിച്ച് സ്റ്റവ് ഓണാക്കി അതിൽ വെച്ചിട്ട് നമ്മൾ ശർക്കര പാനിയാക്കി എടുക്കണം. പാനിയാക്കി എടുത്ത ശർക്കര വീണ്ടും അരിച്ചെടുത്ത് അതിലെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് വീണ്ടും തിളപ്പിച്ച് നൂൽ പരുവമാക്കണം. നൂൽ പരുവമായി കഴിഞ്ഞാൽ പാനിയിലേക്ക് ഏലക്ക, ജീരകം, ചുക്ക് ഇതിൻ്റെ മൂന്നിൻ്റെയും പൊടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഇളക്കണം. ഇങ്ങനെ ശർക്കര പാനിയിലേക്ക് ഈ പൊടിവർഗ്ഗങ്ങളെ നന്നായിട്ട് ഇളക്കി നമ്മൾ യോജിപ്പിക്കണം. ഇപ്പം നമ്മൾ നന്നായിട്ട് ശർക്കര പാനിയിലേക്ക് ഈ പൊടിവർഗ്ഗങ്ങളെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്കായ ഇട്ട് വീണ്ടും ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം ഇതിങ്ങനെ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇതിൻ്റെ ചൂടൊന്ന് മാറുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി വിതറി കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ഇളക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു പണിയും കൂടെ ഉണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി വിതറി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ശർക്കര വരട്ടി. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.